എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങ് തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ രേണുസുധിയുടെ കരച്ചിൽ നാടകം കിച്ചുവിന്റെ തുറന്നു പറച്ചിലിനെ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഇത് രേണുസുധിയുടെ കരച്ചിൽ നാടകം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം മനുഷ്യന്മാരാണ്, തിരിച്ചറിവുകൾ ഉണ്ടാവും. അപ്പം ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷെ ഇന്നലകളിൽ ഈ പറയുന്ന ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്ന രേണുസുധിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഈ കമന്റ്സും അതും ഇതൊക്കെ കണ്ടപ്പോൾ, കിച്ചുവിന്റെ വീഡിയോയുടെ തൊട്ട് പുറകെ വന്നേക്കുന്ന പല കമന്റ്സ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിന് സങ്കടമായി, സൈബർ ബുള്ളിങ് ആയി, അത് ഇതെന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് അതിനെ നാടകമൊന്നോ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞില്ല. ഈ പറയുന്ന ജെന്യുവിൻ ആണെങ്കിൽ അപ്പോഴും നമ്മളൊരു സൈഡ് അപ്പുറത്തോട്ട്, ഓക്കെ അവര് ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചറിവ് ഉണ്ടായിട്ട് മാറാൻ ശ്രമിക്കുന്ന ആ ഒരു സംഭവമാണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ആ ഒരു സൈഡിൽ കൊണ്ട് നിന്നിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇന്ന് റീസെന്റ് ആയിട്ട് പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി ഞാൻ കണ്ടിരുന്നു. പിന്നീട് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഡിലീറ്റ് ആക്കിയതായിരിക്കും. അതെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, പൊന്നുമോളെ പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണം എന്നുള്ളത്. ആ സ്റ്റോറി ഇതാണ്: സബ്സ്ക്രൈബ് ടു സീ എക്സ്ക്ലൂസീവ് കോണ്ടന്റ്. നിങ്ങളിത് തമാശയാക്കാണ് നിങ്ങൾ. അറിയാൻ മേലത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവര് ആ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാനങ്ങ് തീർന്നു പോവാണ്, ഇനിയും പറ്റില്ല, എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റില്ല, അത് ഇതൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനെ കുറെ ആൾക്കാർ അച്ചോടാ പാവട രേണുസുധി കരഞ്ഞുകൊണ്ട് സ്വയം തീരാൻ പോവാണെന്നൊക്കെ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നേരെ ഇവരുടെ സ്റ്റോറി എടുത്ത് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ടു സീ എക്സ്ക്ലൂസീവ് കോണ്ടന്റ്. എൻ്റെ രേണുക്ക. ഇതിന്റെ തൊട്ട് പുറകെ തന്നെ KHDC ഫിറോസുക്ക, അതായത് ഇവരുടെ വീഡിയോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു FB-ല്. ഞങ്ങളുടെ ഒരു പൊട്ട തീരുമാനമായിരുന്നു ഇവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒരു വീട് നൽകുക എന്നത്. അതുകൊണ്ട് എന്ത് നേടിയെന്ന് ആർക്കും ഇന്ന് അറിയില്ല. ചീത്തപ്പേര് കിട്ടി, മനസമാധാനം പോയി, വർക്കുകൾ കുറഞ്ഞു, കുറെ പേർ കളിയാക്കി, കുറെ പേർ തെറി വിളിച്ചു, 1-2 തവണ പരാതിക്കാരനായി പോലീസ് സ്റ്റേഷനിൽ കയറി, ഒരുപാട് സൗഹൃദങ്ങൾ ചാമ്പലായി പോയി, ഫാമിലി ലൈഫിലെ സ്വസ്ഥത വരെ പോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് പറയാനുണ്ട്. ഇതുവരെ പറഞ്ഞതല്ല, പറയാനുള്ളതാണ് അതിഭീകരം. ഇവരുടെ ഈ കരച്ചിൽ പോലും വെറും നാടകീയതയാണ്. ഇടയ്ക്ക് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലെ ചില നിമിഷങ്ങൾ മാത്രമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു, തൊട്ട് പുറകെ സബ്സ്ക്രൈബ് ടു വാച്ച് സി എക്സ്ക്ലൂസീവ് കോണ്ടന്റ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റോറി ഇവരിടുന്നത്. ഇതൊക്കെ എന്ത് പറയാനാണ്. പിന്നെ ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കിച്ചു ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇത് വെറും 20% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇനി ബാക്കി കിടക്കുന്ന 80% എത്രത്തോളം ഉണ്ട്? ഈ പറയുന്ന 80%-ത്തിലെ കുറച്ച് സംഭവവികാസങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകൾക്കൊക്കെ ഇത് അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അതൊക്കെ കിച്ചു പുറത്തോട്ട് വന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും KHDC ഫിറോസുക്കെതിരെ രേണുസുധി വന്ന് സ്റ്റോറിയിലൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തന്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തന്റെ പേരിൽ ഇനിയും ഞാൻ സംസാരിക്കും. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു തന്റെ അടുത്ത്. സോറി ഗൈസ്, ഇതായിട്ട് ചിരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് സങ്കടപ്പെട്ട ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ മണിക്കിനാവിൻ കുതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു എന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണെന്ന് പറയുന്നത് പോലെ നന്നായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ണീരൊലിപ്പിച്ചൊരു കാര്യം പറയുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇടയ്ക്ക് കയറി വരിക മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഇതുപോലെ ആയിരുന്നു, സങ്കടപ്പെട്ട് പറയാം. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം. എന്താണ് ഇത് മോശമായിട്ട്. രേണൊക്കെ വീഡിയോ എടുക്കാനുള്ള കാര്യം കയറി ഇതുപോലെ ഒന്നും കോളയല്ലേ. വീട് തരാൻ, പിള്ളേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. എന്റെ കരച്ചിലെ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതൽ? എനിക്കും ഉണ്ട് പറയാൻ ഇനിയും. മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാം. തന്നെ പറഞ്ഞാൽ എന്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? കൊള്ളാം. എന്റെ കരച്ചിൽ നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എന്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന്. തന്നോട് മാത്രമുള്ള വാണിംഗ് ആണിത്, ഫിറോസ് KHDCയോട്. തന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല. താൻ എന്റെ പേരിലും ഇനി സംസാരിക്കണ്ട, കേട്ടല്ലോ? എന്റെ പൊന്നു രേണുക്ക, നിങ്ങള് അവിടെ ഫിറോസുക്ക പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത് അറിയത്തില്ല. കാര്യം ഇവർക്ക് വീട് വെച്ച് കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പുള്ളീനെ ഇവര് മാക്സിമം ഈ
വീടിന്റെ കാര്യം പറഞ്ഞിട്ട് അവിടുന്നല്ലേ ഈ രേണുസുധിയുടെ വലിയ വിവാദങ്ങളിൽ വഴി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് വർക്ക് കുറയുകയും ഇങ്ങനത്തെ കുറെ കാര്യം മുമ്പ് ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പം ഓൾറെഡി പുള്ളിക്ക് അറിയാം കിച്ചു ആയിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും. അപ്പം ഈ പറയുന്ന കിച്ചു തന്നെ ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടിരിക്കുന്ന ഈ ഓരോ ആൾക്കാരായിട്ടും കിച്ചു നല്ലൊരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം കീപ്പ് ചെയ്തേക്കുന്ന ഒരു വ്യക്തി. അത് മുമ്പ് നമ്മൾ സംസാരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് കിച്ചു പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രേണുസുധി കഴിഞ്ഞ ദിവസം കിച്ചു ഇത് തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇത് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ പറ്റി സംസാരിക്കാനിരിക്കുന്ന ആളുകൾ നിശബ്ദരാവാനും വേണ്ടിയിട്ടായിരുന്നോ സ്വയം തീർന്നു കള എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്? അപ്പൊ ഇത് കാണുമ്പോൾ ആർക്കാണെങ്കിലും ഇതൊരു നാടകമല്ലേ എന്ന് തോന്നുന്നത് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ അതിന്റെ തൊട്ട് പുറകെ ഇടുന്നത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് വാച്ച് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് പുള്ളിക്കാരെ ഇട്ടേക്കുന്ന വീഡിയോ ഉണ്ട്, നമുക്ക് അതുകൂടെ കാണാം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന്. ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FB-യിൽ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഇവർ ഈ പറയുന്ന മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞേക്കുന്നത് എനിക്ക് തോന്നുന്നു ഷഫീന ബീവി ആണെന്നുള്ളതാണ് തോന്നുന്നത്. കാരണം പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, രേണുവിന്റെ കളവുകൾക്ക് ഇനി ആയുസില്ല എന്ന് പറഞ്ഞിട്ട് കിച്ചുവിന്റെ ഒപ്പം ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. മേ ബി രേണുസുധി പുള്ളിക്കാരിനെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഞാനൊന്നും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങ് തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. നിങ്ങൾ ഇവിടെ പറയാൻ തുടങ്ങിയാൽ ഇത് ഇവിടെ ഒന്നും തീരില്ല എന്ന് പറയുമ്പോൾ കിച്ചുവിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? കിച്ചുവിനെ പറ്റിയാണോ നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഒന്നും തീരില്ല എന്ന് പറയുമ്പോൾ? ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും എന്ന് ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്നീ നിമിഷം ഓർക്കുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം കിച്ചു ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു, ആദ്യ സമയങ്ങളിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ നിലവിലെ അമ്മയായിട്ടുള്ള രേണുസുധി പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു, ആ ഒരു സ്നേഹങ്ങൾ കാണിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ആണ് കിച്ചു അവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ തുടക്ക സമയങ്ങളിൽ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നൊന്നും അവിടെ കിച്ചു പറഞ്ഞിട്ടില്ല. എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട് ആ കുട്ടിയെ. ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ശാരീരികമായിട്ട് മാത്രമല്ലല്ലോ, നമ്മുടെ പ്രവർത്തികൾ കാരണം അവർക്ക് മാനസികമായിട്ട് ഉപദ്രവം ഉണ്ടാവും. അതൊരു പേരന്റ് എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FB-യിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ, മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ് ആകുമല്ലോ. കാരണം ഇവർ വിചാരിക്കുന്ന പൈസ കൊടുക്കുന്നതാണ് വലിയൊരു സ്നേഹം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുധി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ രേണുസുധി കിച്ചുവിന് ഇതുപോലെ പൈസയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും കൊടുത്തിരുന്നുള്ള കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ സജീന വ്ളോഗ്സ്, ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സജീന വ്ളോഗ്സ് റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ട് അതിനകത്ത് 2 സ്ക്രീൻഷോട്ട് വെക്കുന്നുണ്ടായിരുന്നു കിച്ചുവിന് ഈ പേയ്മെൻ്റ് ഒക്കെ അയച്ചു കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ ഒന്നില് പേയ്മെൻറ്റ് ആ ഒരു ഭാഗമൊക്കെ ബ്ലർ ആക്കിയിട്ടുണ്ട്, മറ്റേതിൽ 1000 രൂപ അയച്ചു കൊടുത്തതിൻ്റെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിലും ആ വീഡിയോക്കകത്ത് വന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ രേണുസുധി ആണെങ്കിൽ വിചാരിക്കുന്ന കാര്യം ഈ പൈസ കൊടുക്കുന്നതാണോ സ്നേഹം, അല്ലെങ്കിൽ ഇടയ്ക്കും പിഴയ്ക്കൊക്കെ ഒരു 1000, 2000 അല്ലെങ്കിൽ 500, 10 എത്രയോ ആയിക്കോട്ടെ, ലക്ഷമോ കോടികളോ കൊടുത്തു എന്ന് വിചാരിക്കുക. സ്നേഹം ഇരിക്കുന്നത് അതിലാണോ? ഒരു മകന് കൊടുക്കേണ്ടതെന്ന സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പൈസ കൊടുത്തു എന്ന് പറയുന്നതാണോ സ്നേഹം എന്ന് പറയുന്നത്?
അങ്ങനെയെങ്കിൽ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യന് ഇന്റൽ ട്രോമയും ഡിപ്രഷനും ഒന്നും അനുഭവിക്കേണ്ടി വരില്ലല്ലോ. കാര്യം പൈസ കിട്ടുന്നുണ്ടല്ലോ, പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം പൈസയാണ് സ്നേഹം എന്നുണ്ടെങ്കിൽ അത് കിട്ടാത്തതിന്റെ കുറവായിരുന്നു കിച്ചുവിന്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി ഇവര് ഇടയ്ക്കുമ്പോഴൊക്കെയായിട്ട് അങ്ങ് ഇതൊക്കെ പറയുന്നുണ്ട്, കിച്ചുവിന് ഞാൻ അത്ര രൂപ കൊടുത്തു, അവിടെ അത് ഞാൻ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവന് കിട്ടേണ്ടുന്ന ഒരു ലവ്, കെയർ, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതവന് നിഷേധിക്കപ്പെട്ട ഒരുത്തനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പൈസയുടെ കണക്കുകൾ പറഞ്ഞിട്ടല്ല ഒരു മകനോടുള്ള സ്നേഹം ഇങ്ങനെ അളന്നെടുക്കേണ്ടുന്നത്. ഞാൻ അത്ര രൂപ കൊടുത്തു, ഇത്ര രൂപ കൊടുത്തു, അതിലാണോ സ്നേഹം ഇരിക്കുന്നത്? സജിന വ്ളോഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ആ വീഡിയോക്കത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായി. ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എൻ്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നത്. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിസൈഡ് ആൻഡ് ആഫ്റ്റർ സൂയിസൈഡ്, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിസൈഡ്, ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. എൻ്റെ പൊന്ന് രേണുക്ക, നിങ്ങളുടെ ഈ കണ്ണീര് കാണുമ്പോൾ ഇത് എഗെയിൻ ഇപ്പം ഇതിനകത്ത് കാണുന്നൊക്കെ ഒരു ഡ്രാമയായിട്ട് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. സംഭവം കാണുമ്പോൾ നിങ്ങൾ ഇപ്പം ആരാണെങ്കിലും നമ്മുടെ മുന്നേ ഒരു വ്യക്തി കരഞ്ഞു കാണിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു അലിവൊക്കെ വരും. അത് നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ അതിനെ ഒരുമാതിരി മുതലെടുക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിനകത്താണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് ബാക്കി ഇങ്ങനെ കരയുന്ന സാധനം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അപ്ലോഡൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അങ്ങനത്തെ വിവരക്കേടൊന്നും ഇവിടെ വന്ന് പറഞ്ഞേക്കരുത്. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ മനുഷ്യന്മാരുടെ ഈ ഒരു ഇമോഷണൽ വീക്ക്നെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരാൾ കരഞ്ഞു കാണിക്കുക, ഈ സംഭവങ്ങളെ നിങ്ങൾ മിസ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ തീർന്നു പോവാണ് എന്ന് പറഞ്ഞതിന് തൊട്ട് പറയാൻ നിങ്ങളിടുന്നത് ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. എന്താണ് രേണുക്ക നിങ്ങളിത് മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ, കിച്ചുവിന് 10-21 വയസ്സായിട്ടുള്ള ഒരു പയ്യനാണ്. അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റി ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ കിച്ചു അങ്ങനെ മാനിപ്പുലേറ്റഡ് ആയിട്ട് ഇടേണ്ടുന്ന ഒരു സാധനമാണോ? അവൻ അനുഭവിച്ചേക്കുന്ന ട്രോമ, ഡിപ്രഷൻ, അവൻ കടന്നു വന്നേക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊരാൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഇടാനും മാത്രമായിട്ട് ഇത് അവൻ ഉണ്ടാക്കിയെടുത്ത് വന്നേക്കുന്ന സാധനമാണോ? അവൻ അനുഭവിച്ച കാര്യങ്ങളല്ലേ വന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരിട്ടേക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്, അതോടെ നമുക്ക് കാണാം. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത്, കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ ഇനി സുചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 ആയപ്പോൾ നമ്മുടെ പൊങ്ങനാനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുത്. ഞാൻ അവിടെ തളർന്ന് കിടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സുചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണം ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടനെ കൊണ്ടുവരാൻ, ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് കാര്യം പറഞ്ഞിട്ട്, സത്യം പറഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. സത്യം പറഞ്ഞ രേണുസുതി പെട്ടു. കൊല്ലം സുധി എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ പേരുകൊണ്ട് മാത്രമാണ് ഇന്നിവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. എന്നാൽ ആ പേരിൻ്റെ ഉടമയുടെ മകൻ വന്ന് തന്നെ ഇങ്ങനെ ഈ കാര്യങ്ങൾ, സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ ഈ ഗാലറി മൊത്തത്തിൽ എതിരായി എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതാണ് രേണുസുതിക്ക് ലിറ്ററലി പറ്റിയേക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ക്ലാരിഫൈ ചെയ്യണം എന്നൊന്നും അറിയാതെ ഇങ്ങനെ ഓട്ടി നടക്കുകയാണ് റിലേ പോയ രീതിയിൽ. ഇതൊക്കെ കാണുമ്പോൾ പലരും, ചില ആളുകളെങ്കിലും വിചാരിക്കുക, അയ്യോടാ പാവോടാ സങ്കടം പേര് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ പറയുന്നുണ്ടല്ലോ. സങ്കടപ്പെടാനാണെങ്കിൽ ഇതിലും വലിയ സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാറ്റത്ത് മരം പെയ്തിട്ട് കുലുങ്ങാത്ത വ്യക്തിയാണ് ചെറിയൊരു ചാറ്റമഴ പെയ്തപ്പോഴേക്കും ഇങ്ങനെ കിടന്ന് വിറക്കണത്. ഓക്കെ, ആൻഡ് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ സങ്കടപ്പെട്ട് അയ്യോടാ പാവെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ്, ഇതിൻ്റെ തൊട്ട് പുറകെ ഈ ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ തൊട്ട് പുറകെ ഇവരിട്ടേക്കുന്ന ഒരു റീൽ വീഡിയോ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് കാണാം.
സങ്കടമാണ്. ആ സങ്കടം ഇങ്ങനെ തീർക്കണതാണ് ഗൈസ്, സങ്കടം ഇങ്ങനെ തീർക്കണതാണ്. കൂട്ടത്തിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒക്കെ ആയിട്ട് സൂപ്പർ. ഇനിയും ആ കൊച്ചു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന്റെ കാര്യത്തിലാണ് ഇങ്ങനെ ആലോചിക്കണം. ഇനി ആ കുഞ്ഞിന്റെ അടുത്ത് എങ്ങനെയാണ് ഇവര് ഈ ഒരു ഫാമിലി ബിഹേവ് ചെയ്യാന്നുള്ളതാണ് ആലോചിക്കുന്നത്. പിന്നെ കിച്ചുവിന് ഇങ്ങനെ ഒരു സംഭവം പറ്റിയതിൽ രേണുസുതി മാത്രം ഒരു തെറ്റ് ചെയ്ത വലിയൊരു തെറ്റുകാരി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് രേണുസുതി ഈ തെറ്റുകൾ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് രേണുസുതി. കാര്യം വലിയ തെറ്റ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ പറ്റിയിട്ട് പറയുന്നത് മോശമാണ് എന്നുള്ളത് എനിക്കറിയെങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റൂല. കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു അച്ഛൻ എങ്ങനെ ആവരുത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ അത്രത്തോളം ആ ഒരു മകൻ ഉണ്ടായിട്ട് ആ മകൻ ഇനി രണ്ടാമത് മൂന്നാമതൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ആ മകൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷം, ഇതൊന്നും ചിന്തിക്കാൻ ഒരു ബോധമില്ലാത്തൊരു വ്യക്തിയായിരുന്നു കൊല്ലം സുധി എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങേറെ കുറെ കടം വാങ്ങിച്ചു പോയേക്കുന്ന കുറെ സീനും കുറെ സംഭവങ്ങളുണ്ട് ആ ഒരു പുള്ളിയായിട്ട് ചുറ്റപ്പറ്റിയിട്ട്. പിന്നെ മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ്, നമ്മൾ പറയുന്നത് മോശമാണ്. ഓക്കെ, അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ അവിടെ പെട്ടുപോയേക്കുന്ന കിച്ചുവിൻ്റെ ലൈഫാണ്. ഇനി ആ കൊച്ചു കുഞ്ഞിൻ്റെ ലൈഫ് എങ്കിലും ഇങ്ങനെ ആവാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.